ആസ്മാരോഗ ലക്ഷണങ്ങളെ പൂർണ്ണമായും നിയന്ത്രിക്കാനും കുറയ്ക്കുന്നതിനും ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതിയാണ് ഇൻഹേലറുകളെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പൾമണറി വിഭാഗം പ്രൊഫസർ ഡോക്ടർ കിരൺ വിഷ്ണുനാരായണൻ പറഞ്ഞു. പാർശ്വഫലങ്ങളില്ലാത്തതിനാൽ തന്നെ എല്ലാ രോഗികൾക്കും സമഗ്രമായ ഒരു ചികിത്സാ രീതിയായി ഇൻഹേലറുകൾ ഉപയോഗിക്കാമെന്നും അദ്ദേഹം ദൂരദർശൻ ന്യൂസിനോട് വ്യക്തമാക്കി. ആസ്മ ഒരു ദീർഘകാല ശ്വസന രോഗമാണ്. അപ്പം ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു രോഗമല്ല. എന്നാൽ ലക്ഷണങ്ങളെ പൂർണ്ണമായും നിയന്ത്രിച്ച് നിർത്താനാവും. അപ്പോൾ ഈ ശ്വാസനാളങ്ങളിലെ വീക്കം കുറയ്ക്കുന്നതിനുള്ള മരുന്നുകളും ശ്വാസനാളങ്ങളെ വികസിപ്പിക്കാൻ സഹായിക്കുന്ന മരുന്നുകളാണ് മുഖ്യമായും ആസ്മയ്ക്കുള്ള ചികിത്സയിൽ ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ ശ്വസിക്കുന്ന മരുന്നുകളാണ് ആസ്മയ്ക്ക് ഏറ്റവും ഫലപ്രദമായ ചികിത്സ. അതായത് ഇൻഹേലർ എന്ന് പറയുന്ന മരുന്നുകളാണ് നമ്മൾ സാധാരണയായിട്ട് ഇപ്പോൾ ആസ്മയ്ക്ക് ചികിത്സാ രീതിയായിട്ട് നൽകുന്നത്. അപ്പോൾ ഇൻഹേൽഡ് മരുന്ന് എന്ന് വെച്ചാൽ ശ്വാസകോശത്തിലെ കണിക രൂപത്തിൽ സ്പ്രേ വഴി എത്തിക്കുന്ന മരുന്നുകൾ ആണ് ഈ ഇൻഹേലർ മരുന്നുകൾ. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഈ കണിക രൂപത്തിൽ എത്തുന്ന സ്പ്രേ നേരെ ശ്വാസനാളത്തിലേക്ക് പോവുകയും ഈ ശ്വാസനാളത്തിലുള്ള തടസ്സമുള്ള സ്ഥലത്തേക്ക് ഈ മരുന്നുകൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇതിനുള്ള ഗുണം. മാത്രമല്ല ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലെത്തി രക്തത്തിലലിഞ്ഞ് ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലെത്തി പാർശ്വഫലങ്ങൾ ഒന്നും ഉണ്ടാക്കാറില്ല. പ്രമേഹം, രക്തസമ്മർദ്ദം എന്നിവ പോലെ തന്നെ വിട്ടുമാറാത്ത രോഗമായതിനാൽ നന്നായി ആസ്മ നിയന്ത്രിക്കേണ്ട ആവശ്യമുണ്ട്. എന്നാൽ നന്നായി നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഇൻഹേലർ കുറയ്ക്കാനും ചില രോഗികൾക്ക് നമ്മൾ പൂർണ്ണമായിട്ട് ഇൻഹേലർ നിർത്താനും കഴിയാറുണ്ട്. അപ്പോൾ ശ്വസിക്കുന്ന ചികിത്സ എല്ലാവർക്കും ലഭ്യമാക്കുക എന്നതാണ് ഈ വർഷത്തെ ലോകാരോഗ്യ സംഘടനയുടെ ആസ്മ തീം. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇൻഹേൽഡ് ഇൻസുലിൻ വരെ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷനിൽ നിന്ന് എല്ലാവർക്കും ഇൻഹേലർ മരുന്ന് വഴി ഇൻസുലിൻ ശരീരത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതി വരെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ആസ്മ രോഗികൾക്ക് സമഗ്രമായ ഒരു ചികിത്സാ രീതിയായിട്ട് ഇൻഹേലർ മരുന്നുകൾ ഉപയോഗിക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു.